നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചില സമയത്ത് നമുക്ക് തോന്നും ദൈവം നമ്മളോട് അനീതി പ്രവർത്തിച്ചു എന്നൊക്കെ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോഴാവും മനസ്സിലാവുക അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു ജീവിതത്തിലെന്ന്. ഇപ്പതേ നമ്മുടെ കാര്യം തന്നെ നോക്കിയേ. താൻ മനസ്സുണ്ടായിട്ടാ തന്റെ കഴുത്തിൽ കെട്ടാനെന്നും പറഞ്ഞ് താൻ എനിക്ക് നേരെ താലി നീട്ടിയത് ആണോ? അന്ന് തനിക്കതൊരു പ്രതികാരമായിരുന്നു. തന്റെയും തന്റെ കുടുംബത്തിന്റെയും നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സമാവുന്ന എന്നോടുള്ള പ്രതികാരം അല്ലേ? എന്നിട്ട് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോഴോ രാജീവ് സാർ എന്നെ ശാരിക കല്യാണം കഴിച്ചില്ലേ? തനിക്ക് ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികേടും വന്നില്ല. എടോ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്ക് തന്നെയും തനിക്ക് എന്നെയും കിട്ടിയത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് വേറെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുണ്ടോ? പക്ഷെ വിഷ്ണുട്ടാ, അത് നേരെയാവും. അല്പം കാത്തിരിക്കണം. പക്ഷേ ഈ ദൈവം വിചാരിച്ചാലും നേരെയാവാത്തൊരു സംഗതിയുണ്ട്. അത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നേരെയാക്കണം. എടോ നോക്ക്, വിധി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന വിധികളുമുണ്ട്. താനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ, അതായത് ശാരദാമ്മയുടെ കുടുംബത്തിലടക്കം ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാ? സുസ്മിത. സുസ്മിത, അവള് തന്നെ. അവള് ജയിലിലാവുന്നതോടെ നമുക്ക് സമാധാനം കിട്ടുമെന്ന് കരുതിയതാ. പൈസ ഉണ്ടായിരുന്നുള്ള പ്രതീക്ഷയ്ക്കും. അവളിങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്ന് നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തന്നോണ്ടേയിരിക്കും. ദീപക്കും ശ്യാമിയായിട്ടുള്ള വിവാഹം മുടക്കിയതുപോലെ. പരോളിന്റെ കാലാവധി കഴിയണ്ടേ വിഷ്ണുട്ടാ? അതുവരെ നമ്മൾ കാത്തിരുന്ന നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ആടി തിമർക്കും അവള്. ജയിൽവാസത്തിന് 6 വർഷമല്ലേ ആയുസുള്ളൂ. നമ്മളോട് 10 ഇരട്ടി പകയായിട്ടായിരിക്കും അവള് പുറത്തിറങ്ങുന്നുണ്ടാവുക. എടോ, അവള് വീണ്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതം. എടോ, നമുക്ക് വേറൊരു ജീവിതം ഇല്ലേ? വിഷ്ണുട്ടാ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന? ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അവളുടെ പ്രശ്നം. ഇതുവരെ അവളല്ലേ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തന്നേ. ഇനി തിരിച്ച് നമ്മൾ അവൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഒരേ ഒരു പ്രശ്നം, ജീവിതാവസാനം വരെ അവൾ തലയെ ചുമക്കേണ്ടി വരും. അത് അഴിക്കും തോറും മുറുകുന്ന ഒരു കുരുക്ക്. വിഷ്ണുട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് പറ്റിയ ഒരാളെ തെരഞ്ഞു നടക്കായിരുന്നു ഞാൻ. പറ്റിയ ആളെ തന്നെ ഇപ്പൊ കൈ കെട്ടിയിട്ടുമുണ്ട്. ആര്? എടോ, ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയില്ലേ, അവിടെ വെച്ച് ഇയാളും കക്ഷി കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടോ? എപ്പോ? താൻ കണ്ടിട്ടുണ്ട്. ആരാന്നും കാര്യം എന്താന്നും വിശദമായിട്ട് പറയൂ വിഷ്ണുവേട്ടാ. ഞാനാ? നിന്നെ കൊണ്ട് എപ്പ അത് പറ്റുള്ളൂ. ഒരു ഫ്രോഡിനെ ഒതുക്കാൻ മറ്റൊരു ഗജ ഫ്രോഡ് തന്നെ വേണം. അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നത്? അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം? ഞാനാ? ആശാൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ ജീവിതം കട്ടപ്പുകയായി പോകൂലേ? എടാ, ഒരിക്കലും ഇല്ല. നിന്നെ പോലെ ഒരാളുടെ താലി കഴുത്തി വീണാലേ അവള് ശരിയാവുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിടിവാശിയും വൈരാഗ്യവും പകയൊക്കെയാ എന്നെ നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നതാവും ശരി. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഭയം. ഞാൻ ചെയ്തതെല്ലാം എല്ലാവരും അറിയുമ്പോ എനിക്ക് കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചുള്ള ഭയം. ഇനി ഇങ്ങനെ ജീവിച്ച എന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള ഭയം. കുറ്റക്കാരിന്ന് മുദ്രകുത്തി ഇവിടുന്ന് പുറന്തള്ളിയ അനഘയും കൊണ്ട് എവിടെ പോയി ജീവിക്കുന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്ന ഇങ്ങനൊരു തീരുമാനം. ഈ തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നീയും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റുന്ന ആളാണോ അവന്തിക? ഉറപ്പായും. ഒരു കാര്യം തീരുമാനിച്ചാ അത് അപ്പ തന്നെ നടപ്പിലാക്കുന്ന പഴയ വാശിക്കാരി അവന്തികയ്ക്ക് ആ വാശി ഇവിടെ പ്രയോഗിക്കണമെന്നേ ഉള്ളൂ.
എനിക്കറിയാം ഞാനീ പറയുന്നതൊന്നും നിനക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. ഇപ്പൊ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇനി നീ കാണാൻ പോകുന്നതാ. ജീവിച്ച് കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ നല്ലത്. നിങ്ങൾ നന്നായിന്ന് വിശ്വസിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കറിയായിരുന്നു ഒരു ദിവസം ഇതുപോലെ കണ്ണു നിറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനും സ്നേഹം നിഷേധിക്കാനാവില്ല. ചുറ്റുമുള്ളവര് നിങ്ങളെ ഇത്രയൊക്കെ സ്നേഹിക്കുമ്പോൾ എത്ര നാളത് കണ്ടില്ലെന്ന് വെക്കാനാവും? പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ സന്തോഷമുണ്ട് എനിക്ക്. സത്യമാണ്. അവന്തികയെക്കുറിച്ചുള്ള അർച്ചനയുടെ കണക്കൂട്ടലുകളെല്ലാം ശരിയായിരുന്നു. അവന്തികയ്ക്ക് മനസ്സിലാവാത്ത ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലോകത്ത്. അത് അവന്തിക തന്നെയാ. നല്ലൊരു ജീവിതം, കുടുംബം, കുട്ടികൾ, അങ്ങനെ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നില്ല എനിക്ക്. ജീവിതം എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയതെല്ലാം എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതായിരുന്നിട്ടും ഞാനതിന് എതിരെ തിരിഞ്ഞു നിന്നു. എന്റെ ജീവിതം ഇരുട്ടിലാണെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. കുസൃതികൾ നിറഞ്ഞ കൗമാരത്തിൽ നിന്നും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ട യൗവനത്തിലേക്ക് എത്തിയപ്പോ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. സ്നേഹം കൊണ്ടെന്നെ വീർപ്പുമുട്ടിച്ചിരുന്ന അച്ഛനും വാത്സല്യം കൊണ്ടെന്നെ തോൽപ്പിച്ച അമ്മയും എന്നെ വിട്ടുപോയപ്പോ ഒരു പെൺകുട്ടിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളൊക്കെ എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നു. അന്ന് ഈ കൈകളിലേക്ക് സ്വന്തമായി കറിക്കത്തി പിടിച്ചെടുത്ത തീരുമാനത്തിൽ കയ്യിലെ മൈലാഞ്ചിക്ക് പകരം ചോരയുടെ ചുവപ്പ് നിറമായിരുന്നു ഞാൻ കണ്ടത്. കൺമഷി എഴുതേണ്ട കണ്ണുകളിൽ പകയും. എന്റെ ജീവിതത്തെ ഒരു പട്ടം പോലെ ഞാൻ പൊട്ടിച്ചുവിട്ടു. കാരണം ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പറ്റ ആളുകളുടെ ഇടയിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി, എത്ര മൂടാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും അവന്തിക എന്ന ശക്തമായ സ്ത്രീക്ക് പിന്നിൽ നിഷ്കളങ്കയായ ഒരു അവന്തിക എന്ന പെൺകുട്ടിയുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, എവിടേക്കാ? പുറത്തേക്ക് പോവാന്ന് സഞ്ജുവേട്ടൻ പറഞ്ഞു. കാറിലിരുന്ന് കാഴ്ച കാണാൻ നല്ല രസമാ. ഔട്ടിങ് അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതെന്താ ചേച്ചി എങ്ങനെ പോകുന്നേനി ഔട്ടിങ് എന്ന് പറയുന്നേ? ഓ, ഇന്ന് ഞാൻ പോട്ടെ. വേഗം ചെല്ലാനാ സഞ്ജുവേട്ടൻ പറഞ്ഞത്. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? വാ. ഓ, ഞാൻ ഈ റൂമിൽ നിൽക്കുന്നില്ലേ? വാ. ആഹാ, സഞ്ജുന്റെ മുറിന്നാണല്ലോ ചേച്ചി അനിയത്തി. അയ്യോ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ചേച്ചി, ഇന്ന് ഞാൻ പോയിട്ട് വരാം. അല്ല, നീ ഈ പുതിയ സാരിയൊക്കെ ചുറ്റി എങ്ങോട്ടാ? ഔട്ടിങ്ങാ? അതെ അപ്പച്ചി. ആഹാ, അപ്പോ ഇന്ന് നറുക്ക് വീണ നിനക്കല്ലേ ഭാഗ്യവതി. ചെല്ല്. ഓ, അടുത്ത നറുക്കിന് വേണ്ടി കാത്തിരിക്കണമല്ലോ അല്ലേ മോളെ? ചേച്ചി, ഞാൻ പോട്ടെ. ഇളയും ഇത്രത്തോളം ചീപ്പാവരുത്. ഞാൻ ചീപ്പായതാണോ? നിന്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ ഭർത്തൃ പദവി കൂടി ഏറ്റെടുത്ത് ജീവിക്കുന്നതാണ് ചീപ്പായിട്ടുള്ളത്. ഒരിക്കലും അമ്മൂന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. പിന്നെന്താ, അവളുടെ മുന്നില് സഞ്ജു നിന്റെ ഭർത്താവാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള തന്റെ ഇടം ഇല്ലാതെ പോയത്? താലി കെട്ടി നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് വരാൻ നിനക്ക് കഴിഞ്ഞോ? നിനക്ക് വേണ്ടി അവൻ വാങ്ങി വെച്ചതൊക്കെ അവൾ ഇപ്പൊ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കല്ല, തട്ടിയെടുക്കുക. ദേ, കണ്ടില്ലേ, നിന്റെ മുന്നിലൂടെയല്ലേ അവൻ നിനക്കായി മോഹിച്ച് വാങ്ങിയ സാരി ചുറ്റി അവള് പോയത്. അമ്മൂന് സഞ്ജു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നേ. എന്തിന്? അവനെ അവളെ എന്തിനാ തനിച്ചു വിട്ടത്? അവൾക്ക് അവനുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം നീയായിട്ട് ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത്? ഭർത്താവിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയ പ്രതീതിയാ അവൾക്കുള്ളത്.
ശ്രീദേവിക്കൊപ്പം അല്ലേ അവളെ വിടേണ്ടിയിരുന്നത്. അവൾ അഭിനയിക്കുവാണെങ്കിലും അല്ലെങ്കിലും ഈ കുടുക്കിൽ പെട്ടുപോയത് നീയാ. ഞാൻ അതങ്ങ് സഹിച്ചു. ഇളയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അമ്മു കാരണോ? അല്ലായിരുന്നെങ്കിൽ ഒരു മാംസപിണ്ഡമായി എനിക്ക് ജീവിക്കേണ്ടി വന്നേനെ. അവളൊരു അവസ്ഥയിൽ പെട്ടുപോയി. അവളെ കൈയൊഴിയാൻ എനിക്ക് കഴിയില്ല. ഇളയമ്മ ഇത് വെച്ച് മുതലെടുപ്പ് നടത്താൻ വരണ്ട. അമ്മൂന് ഞാൻ സഞ്ജുവിന് വിട്ടുകൊടുത്തിരിക്കുക പോരെ. നീ പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് തന്നെ സംഭവിക്കും. അവൾ അവന്റെ കൂടെ തന്നെ ജീവിക്കും. നീ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാലം വിദൂരമല്ല ശ്രീകുട്ടി. നീ ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോ, ഈ വീട്ടിൽ നിന്നേക്കാൾ വില അമ്മൂല. അതവൾ എന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ശ്രീദേവിക്ക് അമ്മു കഴിഞ്ഞേ നീ ഉള്ളൂ. എന്റെ വാക്കുകൾ ശരിവെക്കുന്ന കാലം വരും. ദേ, കവിത പറയുന്നതൊന്നും പാഴ്വാക്കായി പോയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീന്ന് നോക്കി പേടിപ്പിക്കാണോ? നിനക്കെന്നെ തല്ലണ്ടേ? തല്ലണ്ടേന്ന്. എടി, ആ ഞൊരണം നിന്റെ കരണത്ത് ഞാൻ തന്നാലേ പിന്നെ നീ 3 ദിവസം കഴിഞ്ഞേ കണ്ണു തുറക്കും. അത് ഓർമ്മ വേണം നിനക്ക്. നീ എന്താടി എന്നെ പേടിപ്പിക്കുന്നു? നീ പേടിക്കണം. അമ്മാതിരി പ്രവൃത്തികളല്ലേ നീ ഈ വീട്ടിനുള്ളിൽ ചെയ്തു കൂട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു? പ്രസാദത്തിൽ ഉറക്കഗുളിക കലർത്തിയത് നീയല്ലടി. നീ അല്ലേന്ന്. ദേ, നിന്റെ മുഖത്തെ ഈ വിറയലില് തന്നെ ഉണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. നീ രഹസ്യമായിട്ട് ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. എടി ജാസ്മിനെ, നീ ഇവിടെ എന്തൊക്കെ ലീലാവിലാസങ്ങൾ കാണിച്ചാലും ഞാനതറിയും. നീ പ്രസാദത്തിൽ ഉറക്കഗുളിക ചേർത്തത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നല്ലേ പറയാ. നീ ഉറക്കഗുളിക ചേർത്ത് വെച്ചിരുന്ന പ്രസാദം ഗായത്രി അമ്മയ്ക്ക് കൊടുക്കാനായി ഞാൻ കൊണ്ടുപോയി. ഞാനത് ഗായത്രി അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ വയ്ക്കുന്ന സമയത്ത് അബദ്ധത്തിൽ പ്രസാദം ആ ചെടിയിൽ വീണത് നന്നായി. പ്രസാദം വീണുടൻ ചെടിയിലുണ്ടായിരുന്ന പൂവിന്റെ നിറം മങ്ങി. അത് വാടിപ്പോയി. അതൊരടയാളമായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഉടൻ തന്നെ ആ പ്രസാദം ഞാൻ മാറ്റി. അടുക്കളയിൽ ചെന്ന് നീ ഉറക്കഗുളിക കലർത്താത്ത പ്രസാദം ഞാൻ എടുത്തു. ജാസ്മിൻ, നീ ഒന്ന് ഓർത്തോ, എനിക്ക് ഉദയനൂർ ദേവി മുതൽ ഗായത്രി അമ്മ വരെ തുണയായിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും
അവരതിന്റെ കണ്ണിൽ കാണിക്കും. ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വിശാൽ സാറിനെതിരെ നീ ഒരു വിരൽ അനക്കിയോ, അത് നിന്റെ അവസാനമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, അവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാ തോന്നുന്നേ. ഗായത്രി ദേവിയെ വീഡിയോയിൽ കണ്ടുവെന്ന് ജാസ്മിൻ ചുമ്മാ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗായത്രി വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവും അവൾ ധൈര്യപൂർവ്വം അത് നമ്മളെ കാണിക്കാൻ തയ്യാറായത്. അങ്ങനെ ഗായത്രി ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ചേച്ചി. അമ്മേ, അമ്മ എന്നാ എന്നെ കാണാൻ വരുന്നത്? പാർവതിക്ക് ദർശനം കൊടുക്കുന്നത് പോലെ അമ്മ എന്നാ എനിക്ക് ദർശനം തരുന്നത്? ഒന്ന് വേഗം വാ അമ്മേ, എനിക്ക് അമ്മയെ കാണണം. ഒരുപാട് നേരം സംസാരിക്കണം. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള പലതും എനിക്കറിയില്ലല്ലോ. അതല്ല, എനിക്ക് അമ്മയിൽ നിന്നറിയണം. താരാട്ട് പാടി ഉറക്കിയതും താലോലിച്ചതും നിലത്തിഴഞ്ഞതും പിച്ച വച്ചതുമെല്ലാം. അല്ല വിശാൽ സാർ, എന്താ അമ്മയുടെ ഒരു കുശലം പറിച്ചില്ല? ഓ, ചുമ്മാ ഓരോന്ന്. എന്താ എന്നോടത് പറയാൻ മടിയാണോ? എന്തിന്? എൻ്റെ നല്ല പാതിയോട് ഞാൻ എന്ത് മറച്ചു വയ്ക്കാനാ? ഞാൻ വെറുതെ പറഞ്ഞതാ സാർ. അമ്മയോട് പറഞ്ഞത് അമ്മ മാത്രം അറിഞ്ഞാൽ മതി. അതാ അതിൻ്റെ ഒരു ശരി. ഒന്നുമില്ലടോ, ഞാൻ അമ്മയോടൊന്ന് പരിഭവിച്ചത്. പരിഭവം? എന്തിനാ പരിഭവിച്ചേ? അമ്മ പാർവതിയെ കാണാൻ മാത്രമല്ലേ വരുന്നുള്ളൂ, എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അതിനാണോ പരിഭവിച്ചേ? വിശാൽ സാറിനെ കാണാൻ ദേവമ്മ തീർച്ചയായിട്ടും വരും. അതിനി എന്നാണ്? ഇപ്പോ അതിനുള്ള സമയമായിട്ടില്ലെന്നാ ഓരോ പ്രാവശ്യവും എന്നെ കാണാനായിട്ട് വരുമ്പോ അമ്മ പറയുന്നത്. എനിക്ക് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഉടനെ എൻ്റെ അമ്മയെ കാണണം. ഇനി അമ്മ പാർവതിയെ കാണാൻ വരുമ്പോ, പാർവതി എൻ്റെ ഈ വിഷമം അമ്മയോട് പറയണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട് വിശാൽ സാർ. ശരി, അമ്മയുടെ നിശ്ചയം അതാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതെ, അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു പാർവതി. അതെ, ഇന്നലെ പാർവതി എന്ന പ്രസാദത്തിന്റെ അത്ഭുതമാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ശാന്തമായി ഉറങ്ങി. അങ്ങനെ എല്ലാം മറന്നുറങ്ങുമ്പോഴാ അമ്മ സ്വപ്നത്തിൽ വന്നത്. സ്വപ്നത്തിൽ എന്താ കണ്ടെന്നറിയോ? അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുന്നു. ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ആ താരാട്ട് കേട്ട് സുഖമായി ഉറങ്ങുന്നു. വിശാൽ സാർ, സാറ് സ്വപ്നത്തിലാണിത് കണ്ടതെങ്കിലും ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്നിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വയ്യാണ്ടിരിക്കുന്നേ? എന്തു പറ്റി? താൻ പറഞ്ഞതാ ഒടുവിൽ സത്യയെ. ബൾക്കായി നമ്മൾ കൊടുത്ത ആ പച്ചക്കറിയുടെ ക്യാഷ് ഇനി കിട്ടില്ല. ക്യാഷ് കിട്ടില്ലേ? എന്താ സാറി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല.
ഐശ്വര്യടുത്തി മനഃപൂർവ്വം നമ്മളെ ചതിച്ചതാണെന്നാ തോന്നുന്നത്. ഐശ്വര്യ എടുത്തിയോ? അതെ, പച്ചക്കറി ബൾക്കായി ഓർഡർ ചെയ്ത ആളെ നമ്മുടെ കടയിലേക്ക് ഐശ്വര്യടുത്തി പറഞ്ഞു വിട്ടതാ. ഐശ്വര്യടുത്തിയുടെ പുതിയ പരിഷ്കാരമാണെന്ന് തോന്നുന്നു. കമ്പനി സ്റ്റാഫിനെല്ലാം വേണ്ടി പുതിയ മെസ്സ് തുടങ്ങി. ആളെ വിട്ട് പച്ചക്കറി ഓർഡർ ചെയ്തത് ആ മെസ്സിന് വേണ്ടിയാ. ആ ഒരു മെസ്സിന് വേണ്ടി ദിവസവും എന്തായാലും ഇത്രയും രൂപയുടെ പച്ചക്കറി വേണ്ട. മെസ്സിന്റെ പേര് വെറുതെ പറയുന്ന, നമ്മൾ കൊടുത്തതിലെ ബാക്കി പച്ചക്കറി അവര് മറിച്ചു വിറ്റിട്ടുണ്ട്. ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന. ഇപ്പൊ തന്നെ അറിഞ്ഞത് ഭാഗ്യം. ക്യാഷ് ചോദിക്കാൻ ചെന്ന എന്നെ മെസ്സിലെ സ്റ്റാഫുകളുടെ എല്ലാം മുന്നിൽ വെച്ച് ഐശ്വര്യയുടെ ഇനി ആക്ഷേപിക്കാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് തരാനുള്ള ക്യാഷ് തന്നില്ലേ? ഇപ്പൊ നിർബന്ധമായിട്ട് അവര് പറയാ പച്ചക്കറി എന്ന് സപ്ലൈ ചെയ്യണം, മാസത്തിൽ ഒരിക്കലും പേയ്മെന്റ് ഉള്ളൂന്ന്. ഇതുവരെ കൊടുത്ത പച്ചക്കറിയില് പകുതിയിൽ കൂടുതലും ചീഞ്ഞതാണെന്നും അതിന്റെ പേയ്മെന്റും കുറയ്ക്കുമെന്ന്. ഹോൾസെയിൽ കടയിൽ നിന്നും കടമായിട്ട് അവർ പച്ചക്കറി എല്ലാം തന്നത്. 2 ദിവസത്തിലൊരിക്കൽ കണക്ക് തീർക്കണമെന്നാ അവരുടെ എഗ്രിമെന്റ്. ഇനി ഈ രൂപ കിട്ടാതെ അവരോട് എന്ത് പറയണമെന്നറിയില്ല. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവരടങ്ങിയിരിക്കില്ല. നേരെ നമ്മുടെ കടയിലേക്ക് വരും. അവരെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാ. ആകെ നാണക്കേടാവും. ഐശ്വര്യടുത്തി മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ചോദിച്ചാ തരില്ല. അത് സാറ് ചോദിച്ചാ ഞാനും കൂടെ വരാം. നമുക്ക് ആ ക്യാഷ് മേടിച്ചെടുക്കാം. അതും ഇത്രയും സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഐശ്വര്യടുത്തി ആക്ഷേപിക്കും. അത് നാണക്കേടാ. സർ, അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരുന്ന പറ്റില്ല. ഇത് അവര് നമ്മുടെ ഉള്ള ജീവിതമാർഗം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. അപ്പോ നമുക്കത് മേടിച്ചെടുത്തേ പറ്റൂ. ശമയം, പ്രശ്നം വേണ്ട. നാണക്കേടാ. ഒന്നുമില്ലെന്നേ, ഞാൻ ഏറ്റു. നമുക്ക് നാളെ രാവിലെ തന്നെ മെസ്സിൽ പോണം. ഐശ്വര്യടുത്തെ കണ്ട് ക്യാഷും മേടിക്കണം. അല്ല ശമ, അത് വേണോ? ഒന്നുമില്ല സർ. സാറ് സമാധാനായിരിക്കെ. എല്ലാം ഞാൻ ഏറ്റു. സർ, വേറൊന്നും സാർ ചിന്തിക്കണ്ട. അതെനിക്ക് വിട്ടേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെക്യൂരിറ്റി ഉണ്ട്, എങ്കിലും തിരുവാഭരണം പ്രത്യേക ശ്രദ്ധ വേണ്ടതാ. വാസുദേവന്റെ ശ്രദ്ധ ഉറപ്പായിട്ടും ഉണ്ടാവണം. അതിനെന്താ പ്രസിഡന്റ്, രാത്രി ഞാനിവിടെ കാവലുണ്ടാവും. ഓ, സമാധാനായി. ആ, പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ മറ്റാരെങ്കിലും കൂടി നിർത്തണോ? ഏയ് വേണ്ട പ്രസിഡന്റ്, ഞാൻ നിന്നോളാം. മറ്റാരും വേണ്ട. എന്നാ ശരി. ഭഗവാനെ, സത്യത്തിൽ ശ്യാമ ഇങ്ങനെ പെരുമാറുമെന്ന് ഐശ്വര്യടുത്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒടുവിൽ അവര് നാണം കെട്ടു. അവരത് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാ. അതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ചിലപ്പോ ഞാനത് വിട്ടുകളഞ്ഞേനെ. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അഖിൽ സാറിനെ ഇനിയും ദ്രോഹിക്കാന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കില്ല. അതാ. സമയം ഇത്ര ആയല്ലോ മോളെ. വാസുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. മോൾ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കി, എന്താ കാര്യം അറിയാലോ. ശരിയാ, അച്ഛൻ അങ്ങനെ വൈകുന്നല്ലോ. വിളിച്ചു. ആ, അച്ഛനാ വിളിക്കുന്നേ. ഹലോ അച്ഛൻ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങിയതാ. അപ്പോഴച്ഛൻ ഇങ്ങോട്ടേക്ക് വിളിച്ചേ.
എന്താ അച്ഛാ വൈകുന്നേ? ക്ഷേത്രത്തിലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മോളെ, ഇന്നൊരു പ്രത്യേക പൂജയുണ്ടായിരുന്നു. ഞാനേ ഇന്ന് വീട്ടിലോട്ട് വരത്തില്ല. ഞാനിവിടെ ക്ഷേത്രത്തിലുണ്ടാകണമെന്ന് തിരുമേനിയും പ്രസിഡന്റും പറഞ്ഞു. അതെന്താ, എന്തെങ്കിലും സ്പെഷ്യൽ ജോലി ഉണ്ടോ അച്ഛന്? ആ അല്ല മോളെ, നാളെ ഏകാദശിയല്ലേ, ഭഗവാന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമാ. ഓ, അപ്പോ പ്രത്യേക ശ്രദ്ധ വേണം. സെക്യൂരിറ്റി മാത്രം പോരാ, ഞാനും കൂടെ ഇവിടെ ഉണ്ടാവണമെന്ന് അവര് പ്രത്യേകം പറഞ്ഞു. അച്ഛാ രാത്രി ഉറക്കൊഴിഞ്ഞ് അവിടെ... ആ സാരമില്ല മോളെ, ഒരു ദിവസത്തെ കാര്യമല്ലേ. ആ പിന്നെ അമ്മയോടൊന്ന് പറഞ്ഞേരെ ഇന്ന് രാത്രി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന്. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു, അത് പറയാനാ ഞാൻ വിളിച്ചേ. അച്ഛാ, അച്ഛൻ കഴിച്ചോ? ഓ അത് സാരമില്ല മോളെ, ഞാനിവിടെ തട്ടുകടന്നേ ദോശ വാങ്ങിച്ച് കഴിച്ചോളാം. ആ അത് വേണ്ട, ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പട്ടിണി കിടക്കും, എനിക്കറിയാം. ആ വേണ്ട മോളെ. അച്ഛനൊന്നും പറയണ്ട, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവരും, കേട്ടല്ലോ? ആ എന്റെ മോളെ അതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഓക്കെ ശരി. എന്താ മോളെ, അച്ഛൻ ഇന്ന് വരില്ലേ? വരാൻ പറ്റില്ല അമ്മേ. കണ്ണന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമല്ലേ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ അവിടെ ഉണ്ടാവണമെന്ന് തിരുമേനിക്ക് നിർബന്ധം. അവർക്ക് അച്ഛനെ വിശ്വാസമുള്ളൂ, അതാ. അമ്മ അച്ഛന് കൊടുക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുക, ഞാൻ അപ്പൂനെയും കൂട്ടി കൊണ്ടു കൊടുത്തിട്ട് വരാം. ഏയ് അത് വേണ്ട, അപ്പു പഠിക്കല്ലേ, അച്ഛന് ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുത്തോളാം. അയ്യോ സർ, അതൊരു ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? അമ്മേ, അച്ഛനുള്ള ഭക്ഷണം എടുത്തു വെക്കാമേ, ചെല്ലേ. ശരി മോനെ. സർ, ഞാൻ അപ്പൂനെയും കൂട്ടിക്കൊണ്ട് കൊടുക്കാന്നേ. സാരമില്ല, ഞാൻ കൊടുത്തോളാന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ശരി ശരി. ആ അതെ അതെ, ഇറങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോ വരും. ആ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു 5 മിനിറ്റ്. പ്രസാദേട്ടാ, ദത്തൻ സാറിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ? അതെ. ഓ ഞാൻ വിചാരിച്ചു മറന്നു. ദത്തൻ സാറിന്റെ വൈഫ് ഇന്നലെ വിളിച്ചിരുന്നു രാത്രി. ഇന്ന് തന്നെ ചടങ്ങുകൾക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളുടെ മെഷർമെന്റ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഡിസൈനും എല്ലാം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിനും റിസപ്ഷനും മെഹന്തി ചടങ്ങിനും എല്ലാം വെവ്വേറെ ഡിസൈൻസാ വേണ്ടത്. ഇന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസും തരികയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവുമല്ലോ. ഇപ്പൊ തന്നെ സമയം പോയി, വാ പോവാം. വേണ്ട, ഞാൻ തനിച്ചു വയ്ക്കോളാം. താൻ ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നമ്മള് രണ്ടുപേരും കൂടി പങ്കിട്ട് ചെയ്യേണ്ട ജോലിയല്ലേ. എന്റെ ഭാഗം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പുഷ്പൻ ചേട്ടനും കൂടെ വന്നോളൂ. പുഷ്പൻ ചേട്ടാ. പുഷ്പൻ ചേട്ടൻ അതിന് എന്തറിയാം? ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെയും മറ്റൊരുക്കങ്ങളുടെയും കാര്യങ്ങള് ഞാൻ നോക്കുന്നതല്ലേ നല്ലത്. എങ്കിൽ പിന്നെ പ്രസാദേട്ടന് ധൈര്യമായിട്ട് ഇവന്റിന്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കാമല്ലോ. വാ പോവാ. വേണ്ട, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അതോ ചെവിക്കകത്ത് ഈ ഉരുക്കി ഒഴിച്ചിരിക്കാണോ? ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാലും തലക്കകത്ത് കേറില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അല്ല, എന്താ നിന്റെ വിചാരം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസാദ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതെന്നാണോ? നീ വരുന്നതിന് മുമ്പും വൃത്തിയായും വെടുപ്പായും പല ഇവന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. നീ ഇല്ലെങ്കിലും എനിക്കെല്ലാം ചെയ്യാൻ അറിയാം. പുഷ്പൻ ചേട്ടാ. പ്രസാദ് എന്നെ വിളിച്ചായിരുന്നോ? എത്ര തവണ വിളിക്കണം? മനുഷ്യൻ ഇവിടെ നിന്ന് തൊണ്ട പൊട്ടി മരിച്ചാലേ നിങ്ങളുടെ ചെവി കയറുള്ളൂന്ന് വെച്ചാ കഷ്ടം തന്നെ. ഞാൻ മാർക്കറ്റിൽ പോയി ഇറങ്ങിയായിരുന്നു. എന്താ കാര്യമെന്ന് പറ പ്രസാദ്.
ഇത് പിടിക്കേ, വണ്ടി കയറി എന്നിട്ട്. എങ്ങോട്ടാ? നരകത്തിലോട്ട്. അഡ്രസ് റോഡ് മാപ്പ് തന്നാലേ നിങ്ങൾ വണ്ടി കയറത്തോളുന്നുണ്ടോ? കേറങ്ങോട്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ഈശ്വര, കഥ മാറുകയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശത്രു എങ്ങനെ കീഴടക്കുന്നുള്ളത് പട്ടാളക്കാരനറിയാം. ഇതിനെക്കാട്ടും വലിയ തീവ്രവാദികളെ ലോകത്ത് പിടിച്ചവനാണ് ഈ ഞാൻ. ഇങ്ങനെയാണോ ഒരു കലാകാരനോട് പെരുമാറുന്നത്? വിവരം കിട്ടവന്. സോറി, താങ്കൾ ക്ഷമിക്കണം. ഇവന് വിവരമില്ലാതെ പോയതുകൊണ്ട് താങ്കളുടെ മഹത്വം അറിയാതെ പോയി. അതുകൊണ്ടാ ഇങ്ങനെ പെരുമാറിപ്പോയത്. അതെ, നിങ്ങളുടെ ജോലിക്കാരന്റെ പെരുമാറ്റം ഞാൻ ക്ഷമിക്കും, മറക്കും. പക്ഷേ നിങ്ങൾ എന്നോട് ചെയ്തത് അത് ഞാൻ ഒരു കാലത്ത് മറക്കൂല. അയ്യോ, ഐ എം എക്സ്ട്രീംലി സോറി. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാൻ മനസ്സുള്ളൊരു കലാകാരനല്ലേ താങ്കൾ. അതുകൊണ്ട് എന്തോ കാര്യസാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് ഈ കാക്ക പിടുത്തം. ഉണ്ട്. താങ്കളന്ന് ആ 3 പെൺകുട്ടികളുടെ ചിത്രം കാണിച്ചിരുന്നില്ലേ? ഇത് അന്ന് താങ്കൾ വരച്ച മൂത്ത കുട്ടി രാധയുടെ ചിത്രം കൃത്യമായിരുന്നു. ഒപ്പം ഈ 2 പെൺകുട്ടികളുടെ ചിത്രം കൂടി. അതായത് വളർന്നതിന് ശേഷമുള്ള അവരുടെ ഇന്നത്തെ രൂപം എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് വരച്ചു തരണം പ്ലീസ്. വൈ എന്ന് പറഞ്ഞ് ഒഴിയരുത്. ഒരിക്കലും ഞാൻ വരച്ചിരുന്നു. അന്നത് നോക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല. ഇനിയിപ്പോ എന്നെപ്പോലെ ഭ്രാന്തില്ലാത്ത മറ്റാരെങ്കിലും വിളിച്ച് വരപ്പിച്ചാ മതി. പ്ലീസ്, അന്നത്തെ കാര്യത്തിന് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ? പ്രതിഫലത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഒരിക്കൽ വരച്ചു കഴിഞ്ഞിരുന്ന ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കുന്നതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും ചോദിക്കാം. തരാൻ ഞാൻ റെഡിയാ. ശരി, എങ്കിൽ ഒരു ചിത്രത്തിന് 1 ലക്ഷം രൂപ വച്ച് തരണം. എന്താ, പറ്റോ? 1 ലക്ഷം രൂപ എങ്കിൽ പിന്നെ പടം വരെ നിർത്തി ബാങ്ക് കൊള്ളടിക്കാൻ വെക്കൂടെ നിനക്കൊക്കെ? അതെ, ഞാൻ ജോലിക്കാരനോടല്ല പറഞ്ഞത്, യജമാനോടാ. വേണ്ട സാർ, ഇത് വലിയ അക്രമമാണ്. സാരമില്ല, ഇത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പ്രതിഫലം ഞാൻ തന്നിരിക്കും. ഈ പടങ്ങൾ എത്രയും വേഗം തന്നെ വരച്ചു തന്നിരിക്കണം, ഉടൻ തന്നെ. ശരി, വരച്ചു കഴിഞ്ഞു വരാം. അപ്പോഴേ കാശ് റെഡിയാക്കി വച്ചിരുന്നാ മതി. എന്തിനാ സാർ അത്രയും വലിയ തുകയൊക്കെ സമ്മതിച്ചത്? അയാളുടെ കയ്യിൽ മരുന്നുണ്ട് മണിച്ച. അന്ന് രാധയുടെ പടം വരച്ചത് എത്ര കൃത്യമായിരുന്നു എന്ന് കണ്ടതാ ഞാൻ. അതേ വെടിമരുന്ന് ഉപയോഗിച്ച് അയാൾ ദർശനയും സൗഭാഗ്യം വരയ്ക്കട്ടെ. അതുപയോഗിച്ച് ഞാൻ അവരെയെല്ലാം നേരിട്ട് കണ്ടുപിടിക്കും. പിന്നെ രാധയും സഹോദരിമാരും എന്റെ ഈ അന്തപുരത്തിലാ താമസിക്കുന്നത്. ഈ കോട്ടയ്ക്കലെ ഒരേ ഒരു രാജാവായ ഈ മേഘനാഥന്റെ കൂടെ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുക. ഉറപ്പിക്കാൻ ഉറപ്പിച്ചുറപ്പിച്ച് ഒരു വഴിയാക്കും ഞാൻ 3 എണ്ണത്തിനെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.